ജെ.കെയുടെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ഗർ. ഈ സിനിമയുടെ ആ ടൈറ്റിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ആ ടൈറ്റിലുള്ള പുതുമ കൊണ്ട് തന്നെ ഈ സിനിമയിലോട്ട് ആൾക്കാരെ ആകർഷിക്കപ്പെടുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ നോക്കുമ്പോൾ അത്രയും ടോപ്പ് ക്വാളിറ്റി ടെക്നീഷ്യനാണ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ആൾക്കാരാണ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകൻ ജെ.കെ, ഡോൺ വിൻസെന്റ് ഉണ്ട്, മ്യൂസിക് എഡിറ്റ് പോകുന്ന ഡോൺ വിൻസെന്റ്, കൈലാസ് മേനോൻ, പിന്നെ ടോണി റാസ് എന്ന് പറഞ്ഞൊരു ഒരാളെയും കൂടി വിക്കിപീഡിയ നോക്കിയപ്പോൾ കണ്ടു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ അമ്മോ, പെട്ടെന്ന് എനിക്ക് ഉള്ളിലോട്ട് വന്നത് ഒരു സേയിങ് ഉണ്ടല്ലോ, നമ്മളെ പഴയ മറ്റേ ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതേ സാധനം ഈ സിനിമകളുടെ കാര്യത്തിൽ തിരക്കഥയിൽ അപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം എന്താ വെച്ചാൽ, ഒരു സിനിമയിൽ നമ്മൾ എത്ര പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നാലും, എത്ര നല്ല സ്റ്റോറി ഉണ്ടായാലും, എത്ര നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവും ആക്ടേഴ്സും ഉണ്ടെങ്കിൽ കൂടി ആ സിനിമ വിജയിക്കണമെങ്കിൽ ആ സിനിമയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതിന്റെ തിരക്കഥ തന്നെയാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. എൻ്റെ ആ ഉള്ളിൽ ആ സിനിമ പ്രേക്ഷകൻ ഒരു എന്താ പറയുക, ഒരു 50 to 60% രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കാനേ ഈ സിനിമക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഈ സിനിമ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു സർവൈവൽ കോമഡി ആയിട്ടാണ് സിനിമയുടെ ആ കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. സർവൈവൽ കോമഡിയിൽ മലയാളത്തിലധികം ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ആ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തിരക്കഥയിലുള്ള ബഹുഭൂരിപക്ഷം സമയത്തും തിരക്കഥയിൽ ആ പോരായ്മകൾ കാരണം നമുക്ക് ആ സിനിമ എൻജോയബിൾ അല്ലാതെ ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ അവർ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ, മുന്നൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകളിലും കാര്യങ്ങളും കണ്ട, ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. മറ്റേ സൂവിന്റെ ഉള്ളിലോട്ട് എടുത്ത് ചാടുക, അല്ലെങ്കിൽ അറിയാണ്ട് വീണു പോവുക, അല്ലെങ്കിൽ മദ്യപിച്ച് മതോന്മത്തനായിട്ട് സൂവിലോട്ട് എടുത്ത് ചാടുന്ന ആൾക്കാരുടെ വാർത്തകളും കാര്യങ്ങളും നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ആ ഒരു എലമെന്റ് എടുത്തിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആ തിരക്കഥകൃത്ത് മെയിനായിട്ട് ആ ഒരു ഏരിയ വർക്കൗട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ സിംഹവും അതുപോലെ തന്നെ നമ്മുടെ നായകന്മാർ സുരാജും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ഇന്ററാക്ഷനും അവര് ആ സിംഹത്തിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാര്യങ്ങളും അതില് അവരനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ടെൻഷനും ആ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഓക്കെ ആയി വരുന്ന സിറ്റുവേഷനിൽ തന്നെയാണ് ആ ഒരു എലമെന്റ് മൊത്തം ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ആ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ആ ഒരു എലമെന്റിന് മാത്രമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സിനിമ വേറെ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. സിനിമയുടെ കഥ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഈ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, എന്താ ഇതിലെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, ആ ഒരു മെയിൻ കഥാപാത്രം നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ആ സൂവിലോട്ട് സിംഹത്തിന്റെ അരികിലേക്ക് എടുത്തു ചാടുന്ന കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ കഥാപാത്രം എഴുതിയിരിക്കുന്ന രീതി, ആ കഥാപാത്രത്തിന്റെ നീഡ് എന്താണ്, ആ കഥാപാത്രത്തിന്റെ ബാക്ക്ഡ്രോപ്പ് എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ജീവിതത്തിൽ ആവേണ്ടത്, അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ടല്ലോ. ഒരു ക്യാരക്ടർ ആർക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്യാരക്ടർ ആർക്ക് ഒരു സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ ക്യാരക്ടറിന് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് ലഭിക്കേണ്ട ക്യാരക്ടറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പോലും വളരെ കുറവായിട്ടുള്ള രീതിയിലാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സിനിമയിൽ നമുക്ക് ഒരു വേളയിലും ആ മറ്റേ സിംഹത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്ന ആ സിറ്റുവേഷനിൽ ഒഴികെ വേറെ ഒരു വേളയിലും നമുക്ക് നായകന്റെ കൂടെ നിന്ന് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അദ്ദേഹം കോമഡി ട്രാക്കിലോട്ട് കാലങ്ങൾക്ക് ശേഷം തിരികെ വന്ന ഒരു സിനിമ ആയിട്ട് ഇതിനെ കണക്ക് കൂട്ടാം. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയ ഒരു റോള് തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു സംഭവം മുഴച്ചു നിന്നു. നമുക്കത് മനസ്സിലാവില്ല, ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത്, ജീവിതത്തിൽ എന്താ കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നില്ലെന്ന്, പ്രേക്ഷകന് കിട്ടുന്നില്ലായിരുന്നു. അവർക്ക് ആ ഒരു കഥാപാത്രങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നിയ രണ്ട് ഘടകം എന്താ വെച്ചാൽ, ഒന്ന് സിംഹത്തിനെ എടുത്തു വെച്ചിരിക്കുന്ന രീതി. ഈവൻ ദോ വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തത് VFX അനിമട്രോണിക്സ് ഒക്കെ വെച്ച് മെർജ് ചെയ്ത പോലെ തോന്നിയെങ്കിൽ കൂടി ഓൾമോസ്റ്റ് കൺവിൻസിങ് ആയിരുന്നു ആ സിംഹത്തിനെ വെച്ചുള്ള സീനും, സിംഹവും അതുപോലെ തന്നെ നമ്മുടെ നായകന്മാർ തമ്മിലുള്ള ഇന്ററാക്ഷനും ആ ഒരു എന്താ പറയാ, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു മൊമെന്റ്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് പ്രത്യേക ഒരു കൈയടി അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തിരക്കഥ വർക്കൗട്ട് ആവാത്തത് കൊണ്ട് ആ ഒരു സിംഹം സെഗ്മെന്റിന് കിട്ടേണ്ട കൈയടി പോലും
ഫെയ്ഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ശ്രുതി രാമചന്ദ്രന്റെ കരിയറിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കോമഡി ആസ്പെക്റ്റുകൾ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്ത് എടുക്കാൻ ഇനി വരും കാല സിനിമകളിൽ അദ്ദേഹം സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു കോമഡി ചെയ്യാനുള്ള ഒരു ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ ഒരു ഡയലോഗ് ഡെലിവറിയും ആ ടൈമിങ് കാര്യങ്ങളും ഉള്ള ഒരു നടിയാണ് ശ്രുതി രാമചന്ദ്രൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിന് ഒരു പ്രത്യേക സീനിൽ അദ്ദേഹം ഒരു വീട്ടിൽ നിന്ന് ചെരുപ്പിടാണ്ട് ഓടിപ്പോകുന്ന ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വർക്കൗട്ട് ആവുന്ന രീതിയിൽ പണ്ട് കൽപ്പന ചേച്ചിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഒരു ബോഡി ലാംഗ്വേജ് ശ്രുതി രാമചന്ദ്രന് ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന പോലെ തോന്നി. അദ്ദേഹം എന്തായാലും ഇനിയും നല്ല നല്ല കോമഡി റോളുകൾ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. പിന്നെ ഇതില് ഓൾമോസ്റ്റ് നമ്മൾ ഈ സിനിമ എൻഡിലോട്ട് എത്തി, അതായത് സിനിമയിലെ ക്ലൈമാക്സും കഴിഞ്ഞ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന പോലെ ഒരു പാട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മ്യൂസിക് ക്രെഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോൺ വിൻസെന്റ് ആണോ കൈലാസ് മേനോൻ ആണോ അതോ ടോണി റാസ് എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ മ്യൂസീഷ്യൻ ആണോ അത് ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഡോൺ വിൻസെന്റ് കൈലാസ് മേനോൻ ആവാൻ സാധ്യതയില്ല. കാരണം ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് അത്ര ഒരു ഭയങ്കര ഒരു മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിട്ട് തോന്നി. ആ ക്ലൈമാക്സ് നമ്മൾ ഓൾമോസ്റ്റ് ആ സിനിമ ഫിനിഷായി നമ്മൾ ഏകദേശം ഓക്കെ ഒരു ഫീലില് ആ സിനിമ കണ്ട് ഇറങ്ങാം എന്നുള്ള ഒരു മൈൻഡിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പാട്ട് അത്രയും ഒരു എന്താ പറയാ, നമുക്കിങ്ങനെ അത്ര ക്രിഞ്ചടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാട്ടാണ് അത്. ഒരു സൂപ്പറാടാ എന്ന് പറയുന്ന ഒരു ലിറിക്സും അതിലെ ലിറിക്സും ആയാലും അതുപോലെ തന്നെ ആ സോങ് പ്ലേസ് ചെയ്ത സമയം, ആ സോങ്ങിലെ ഡാൻസും, ആ സോങ്ങിന്റെ അന്തരീക്ഷം, ആ സോങ്ങിന്റെ ആ ഒരു സോങ് ഉണ്ടാവാനുണ്ടായ സാഹചര്യം എല്ലാം നമുക്ക് വളരെയധികം മിസ്ഫിറ്റ് ആയി വന്ന പോലെ തോന്നി ഈ സിനിമയിൽ. അതുകൂടി കഴിഞ്ഞപ്പോൾ ഈ സിനിമ നമുക്ക് ടോട്ടലി വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയത്. എന്തായാലും ഞാനിത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലാത്തവർക്ക് OTT വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്.